71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയോടനുബന്ധിച്ച് ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് ഇനങ്ങൾക്ക് തുടക്കമായിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇനിയുള്ള മണിക്കൂറുകൾ മുഴുവൻ സമയവും വലിയ ആവേശത്തിലേക്ക്, പൂർണ്ണാവേശത്തിലേക്ക്, ആരവങ്ങളിലേക്ക് പുന്നമട മാറുകയാണ്. ആരാണ് ഇത്തവണത്തെ നെഹ്റു ട്രോഫിയിൽ മുത്തമിടാൻ പോകുന്നത് എന്നറിയാൻ വൈകിട്ട് 4 മണിവരെ മാത്രം കാത്തിരുന്നാൽ മതി. ഒരുപാട് കരുത്തർ, അതുപോലെ വിജയം ആവർത്തിക്കാനെത്തുന്നവരൊക്കെ ഉണ്ട്. കായലിൻ്റെ വീതിയെ 4 ട്രാക്കുകളായി തിരിച്ച് ഓരോ വള്ളവും നേർരേഖയിൽ ഫിനിഷിംഗ് പോയിന്റിലേക്ക് കുതിക്കുന്ന കാഴ്ചയ്ക്കായുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും. അതിന് മുന്നോടിയായുള്ള ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് ഇനങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ലാൽ കൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലാൽ, എന്താണ് കാണാൻ കഴിയുന്ന കാഴ്ചകൾ? മത്സരം അതിൻ്റെ പൂർണ്ണാവേശത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് കരകളിൽ നിന്ന്, ഗ്യാലറികളിൽ നിന്ന് ആരവങ്ങൾ വരുന്നത് കേൾക്കാം. എന്താണ് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങളും പ്രതികരണങ്ങളും ലാൽ കൃഷ്ണൻ? പറഞ്ഞ പോലെ ഇവിടെ ഒരു ഉത്സവ ലഹരിയിലേക്ക് ആലപ്പുഴ പൂർണ്ണമായും മാറിക്കൊണ്ടിരിക്കുകയാണ്. പുന്നമടയിലെ ഓളങ്ങൾ ആ ഉത്സവത്തിൻ്റെ താളം പിടിക്കുന്നുണ്ട്. അതിനൊത്ത് ഇണങ്ങിക്കൊണ്ടാണ് നിലവിലുള്ള ചെറുവള്ളങ്ങളുടെ മത്സരം ആരംഭിച്ചിരിക്കുന്നത്. ഹീറ്റിലെ ആദ്യ മത്സരം കഴിഞ്ഞിരിക്കുകയാണ്. അത് രണ്ടാം മത്സരത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ആദ്യ മത്സരത്തിൽ ചെറിയ പണ്ഡിതൻ, പമ്പാവാസൻ, മയിൽ വാഹനം, തട്ടകത്തമ്മ എന്നീ ചെറുവള്ളങ്ങളാണ് മത്സരിച്ചത് എങ്കിൽ രണ്ടാമത്തെ ഹീറ്റ്സിലുള്ളത് ഹനുമാൻ നമ്പർ 2, ശ്രീ മുരുകൻ, മയിൽപ്പിലി, വടക്കും ഭാഗം എന്നീ ചെറുവള്ളങ്ങളാണ്. ഈ വള്ളങ്ങളുടെ മത്സരം ഏകദേശം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സാധാരണഗതിയിലുള്ള പോലെ തന്നെ ഏകദേശം 1 കിലോമീറ്ററും അതിനോടൊപ്പം തന്നെ 250 മീറ്ററും കൂടി ഉൾപ്പെടുത്തുന്നതാണ് ഈ ദൂരം. ആ ദൂരത്തിലേക്ക് ആദ്യം നീന്തി എത്തുന്നവർ ഈ ഹീറ്റ്സിൽ വിജയികളാവുകയും അടുത്ത ഘട്ടത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കനത്ത സുരക്ഷയിൽ തന്നെയാണ് ഇത്തവണ ഈ ഹീറ്റ്സിനും അതോടൊപ്പം തന്നെ വള്ളം കളിക്കുമ്പോഴുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. ചെറുവള്ളങ്ങൾ രാവിലെ തന്നെ ഇവിടെ റിഹേഴ്സൽ ചെയ്യുന്നത് കാണാൻ തന്നെ ഒരുപാട് പേർ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിലും ഫിനിഷിംഗ് പോയിന്റിലുമായിട്ട് എത്തിയിരുന്നു. അവരുടെ താളം പിടിക്കുന്നതിനൊപ്പം കരയ്ക്കിരുന്ന് ഓളം പിടിക്കുന്നവരും ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. തിരയിൽ മാത്രമല്ല കരയിലും ഓളമായിരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ആദ്യഘട്ടം മുതൽ തന്നെ മനസ്സിലായത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഇതിൻ്റേതായ തിരക്കിലേക്ക്, അതായത് വള്ളംകളിയുടേതായ തിരക്കിലേക്ക് നാടും നഗരവും പൂർണ്ണമായും മാറിയിരുന്നു. 71ാമത് ജലോത്സവത്തിന്, ജലമേളയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ആലപ്പുഴ പൂർണ്ണമായും മാറിയിട്ടുണ്ട്. നമ്മൾ കാണുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റിൽ അടുത്ത അംഗത്തിന് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന കൊമ്പന്മാർ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. 2 മണിക്കാണ് ഔദ്യോഗിക ഉദ്ഘാടനം നടക്കുക. അതിനുശേഷമായിരിക്കും ചുണ്ടൻ വള്ളങ്ങളടക്കമുള്ളവയുടെ മത്സരങ്ങളിലേക്ക് കടക്കുക. ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരങ്ങളിലേക്ക് കടക്കുന്നതിനോടൊപ്പം ചെറുവള്ളങ്ങളുടെ ഫൈനൽ അടക്കമുള്ളവയും ആ സമയത്ത് തന്നെ തുടക്കം കുറിക്കും. ഇപ്പോൾ നടക്കുന്ന ഹീറ്റ്സ് ആണ്. ഏകദേശം 74 വള്ളങ്ങളാണ്, 21 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 74 വള്ളങ്ങൾ മാറ്റുരയ്ക്കുന്ന ജലമേളയാണ് ഇത്തവണയുള്ളത്. മത്സരത്തിന് അതോടൊപ്പം തന്നെ മേളയ്ക്കും ഓരോ വർഷവും ആളുകളുടെ എണ്ണം കൂടുന്നത്, തിരക്കേറുന്നത്, കൂടുതൽ ആവേശം പകരുന്നത്, ഇതെല്ലാം വലിയ മാറ്റുരയ്ക്കുന്ന കാര്യം തന്നെയാണ്. പലപ്പോഴും ഇവിടെ വരുമ്പോൾ കാണുന്ന കാഴ്ചയേക്കാൾ കൂടുതൽ കരക്കിരുന്ന ഇതിൻ്റെ ഓളത്തിനും താളത്തിനും ഒത്ത്, അതായത് വള്ളം തുഴഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ വള്ളത്തിലിരിക്കുന്നവർ പിടിക്കുന്ന താളത്തിനനുസൃതമായി കരക്കിരിക്കുന്നവർ അതിൻ്റെ ആഹ്ലാദത്തിൽ പങ്കുചേർന്ന് താളം പിടിക്കുന്നത് കാണാൻ തന്നെ മറ്റൊരു ഭംഗിയാണ്. ഇത് കാണുന്നതിന് വേണ്ടി സ്വദേശികളും വിദേശികളുമായിട്ട് ഒരുപാട് പേർ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. തീരത്ത് ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെയും അതോടൊപ്പം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെയും സേനാംഗങ്ങൾ ആ സുരക്ഷാ സംവിധാനത്തിന് മാറ്റുകൂട്ടുന്നുണ്ട്. അത് രണ്ടാമത്തെ ഹീറ്റ്സ്. രണ്ടാം ഹീറ്റ്സിന് അവിടെ വീണ്ടും തുടക്കം കുറിച്ചിരിക്കുകയാണ്. ആ വെടിപൊട്ടുന്ന ശബ്ദത്തിന് തൊട്ട് പിന്നാലെ രണ്ടാമത്തെ ഹീറ്റ്സിൽ തുഴഞ്ഞു മുന്നേറി പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 4 വള്ളങ്ങളാണ് ഹീറ്റ്സിൽ പങ്കെടുക്കുക. 4 വള്ളങ്ങളിൽ ഇപ്പോൾ നിലവിൽ നമ്മൾ ഈ കാഴ്ചയിൽ കാണുമ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് 48ാം നമ്പറിലുള്ള ശ്രീ മുരുകനാണ്. ശ്രീ മുരുകൻ്റെ മുന്നേറ്റം നമുക്ക് അതിനകത്ത് കാണാൻ കഴിയും. തൊട്ട് പിന്നാലെയുള്ളത് 50ാം നമ്പറിലുള്ള മയിൽപ്പീലി എന്ന് പറയുന്ന ചെറുവള്ളമാണ്. ശ്രീ ശബരി ബോട്ട് ക്ലബിൻ്റെ മയിൽപ്പീലി 2ാം സ്ഥാനത്തും 1ാം സ്ഥാനത്ത് ശ്രീ മുരുകന് മുന്നേറുമ്പോൾ 3ാം സ്ഥാനത്തേക്ക് വടക്കംപുറത്തിൻ്റെ ചെറുവള്ളം കൂടി മുന്നേറി പോകുന്നുണ്ട്. വലിയ ആവേശത്തിലും അതോടൊപ്പം തന്നെ ആഹ്ലാദത്തിലും ഈ തീര തഴുകിക്കൊണ്ട് ഇവർ മുന്നോട്ട് പോകുമ്പോൾ തീരത്ത് അല്ലെങ്കിൽ വെള്ളത്തിൽ തന്നെ സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസും അതോടൊപ്പം തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അമ്പയർമാരടക്കമുള്ളവരുണ്ട്. 3 ഇടങ്ങളിലായിട്ടാണ് ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ സ്കൂബ ടീം നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇവർ പലയിടങ്ങളിലായി നിന്നുകൊണ്ട് തന്നെ ഇതിന് ഓളം സൃഷ്ടിക്കും എന്നുള്ളതാണ്, അല്ലെങ്കിൽ തീരം കാത്ത് സംരക്ഷിക്കും എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും പറയാനുള്ളത്. തുടങ്ങുന്നിടം മുതൽ
അവസാനിക്കുന്ന ഫിനിഷിംഗ് പോയിന്റ് വരെയുള്ള ഇടങ്ങളിൽ 3 ഇടങ്ങളിലായി നിന്നുകൊണ്ട് ഫയർ ആൻഡ് റെസ്ക്യൂ ഇതിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തും. ചെറുവള്ളങ്ങൾ തുഴഞ്ഞു പോകുന്ന സമയത്ത് അപകടത്തിനുള്ള കൂടുതൽ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇടങ്ങളിൽ സുരക്ഷാ സംവിധാനം ഒരുക്കുകയാണ്. കരയിലേക്ക് വന്നാൽ സുരക്ഷാ സംവിധാനത്തിന് ഏകദേശം 2500ഓളം പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. അല്പസമയങ്ങൾക്ക് മുമ്പ് കളക്ടറാണ് ഹീറ്റ്സിന് ഉദ്ഘാടനം നടത്തിയത്. 2 മണിയോടുകൂടി ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഈ ജലമേളയ്ക്ക് ഔദ്യോഗികമായ ഉദ്ഘാടനം നടത്തും. അതിനുശേഷം ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് ആരംഭിക്കും. തൊട്ടു പിന്നാലെ ചെറുവള്ളങ്ങളുടെ ഫൈനലുകളിലേക്കും മത്സരങ്ങൾ കടക്കും. വൈകിട്ട് 4 മണിക്കായിരിക്കും ഫൈനലിലേക്ക്, അതായത് ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനലിലേക്ക് മത്സരം പോവുക. അതോടുകൂടി ആവേശത്തിൻ്റെ ഉച്ചസ്ഥായിലേക്ക് വള്ളംകളി മത്സരം നെഹ്റു ട്രോഫി 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മാറും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രീതി, ശരി, കരുത്തിൻ്റെയും ആവേശത്തിൻ്റെയും ആരവത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ഒക്കെ മടയായി പുന്നമട മാറുകയാണ്. ഇപ്പോൾ എന്തായാലും ഓളപ്പരപ്പുകൾ ഉണർന്നു കഴിഞ്ഞിട്ടുണ്ട്. ചെറുവള്ളങ്ങളുടെ മത്സരങ്ങളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയം, എല്ലാവരും കാത്തിരിക്കുന്നത് ചുണ്ടൻ വള്ളങ്ങളുടെ പോരാട്ടത്തിനായാണ്. ഉച്ചയ്ക്ക് 2 മണിക്ക് ഔദ്യോഗിക ഉദ്ഘാടനം, അതിനുശേഷം ചുണ്ടൻ വള്ളങ്ങളുടെ പോരാട്ടത്തിലേക്ക് കടക്കും. വലിയ ആരവം, വലിയ ആഘോഷം കരകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ കരകളിൽ നിന്ന് ഉയരുന്ന ആരവങ്ങൾ തന്നെയാണ് ഈ തുഴക്കാർക്കും ആവേശം പകരുന്നത്, ഊർജം പകരുന്നത്. ഒരുപാട് കരുത്തർ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരുപാട് കരുത്തർ കളത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. എന്തായാലും കാത്തിരിക്കാം. ഇനി വളരെ കുറച്ച് സമയം മാത്രമാണ് അതിൻ്റെ വള്ളം കളി, അതിൻ്റെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളിലേക്ക് കടക്കാൻ ഇനി വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ലാൽകൃഷ്ണൻ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുക.